ഒറ്റശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ആകെ അസ്വസ്ഥമായി. പറയാൻ വാക്കുകൾ കിട്ടാതെ മുഖം കരഞ്ഞു കലങ്ങി. അവളുടെ മാനസികനില തെറ്റുന്നതുപോലെ തോന്നി. ഫോൺ വലിച്ചെറിഞ്ഞ് ഒരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ അലറിക്കരഞ്ഞു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം, ഇത് അറിഞ്ഞാലുള്ള വീട്ടുകാരുടെ അവസ്ഥ, എല്ലാം ഓർത്ത് അവളുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. അവൾ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ റൂമിലേക്ക് ഓടി. അവൾ പോയതും അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ഡി, വീഡിയോ മുഴുവൻ കിട്ടിയില്ലേ? അവളുടെ എക്സ്പ്രഷൻ ഒന്നും മിസ്സായില്ലല്ലോ. ഹേ ഇല്ലടി, മുഴുവൻ കിട്ടി. കല്യാണപ്പന്തലിലെ പ്രാങ്ക് എന്ന ക്യാപ്ഷൻ കൊടുക്കാം അല്ലേ? അത് പൊളിക്കും. സുഹേലിന്റെ ആക്ടിങ് പൊളിയായിരുന്നു. ഒരു നിമിഷം ഞാനും സത്യമാണെന്ന് കരുതി. എന്തായാലും വിളിച്ചൊരു താങ്ക്സ് പറയാം. വീഡിയോ അപ്ലോഡ് ചെയ്താൽ കിട്ടാവുന്ന ലൈക്കും കമന്റും പറഞ്ഞ് അവിടെ ചിരികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസത്തെ രാവ് പുലർന്നത് ആശയുടെ മരണവാർത്ത കേട്ടായിരുന്നു. ഒരു നിമിഷത്തെ സന്തോഷത്തിനും ലൈക്കിനും കമന്റിനും വേണ്ടി തന്നെ ചതിച്ച കൂട്ടുകാരുടെ ചതി മനസ്സിലാക്കാതെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് അവൾ യാത്രയായി.